ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഈവനിങ് ഇൻ മൈ ലൈഫ് ഫോട്ടോ. ഇതെൻ്റെ ചാനൽ തുറന്നാൽ തന്നെ കാണുന്നൊരു കിളിക്കൂടാണ്. ഇപ്പോൾ അതിൽ കിളിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വെച്ചിട്ട് വ്ളോഗ് വെച്ചിട്ടായിരുന്നു ഞാൻ ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കുറേ നേരം ഇരുന്നിട്ട് ടാബ് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈവനിങ് ആയപ്പോൾ ഞാൻ ചായ കുടിക്കേണ്ടത് വിചാരിച്ച് ഞാൻ ഓഫാക്കിയിട്ട് പോകുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. ബട്ട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഞാൻ ഡ്രസ് മേക്ക് ഓവർ ഞാൻ മറന്നിട്ടില്ല. ഡ്രസ് മേക്ക് ഓവറിൻ്റെ ചില ഐറ്റംസൊക്കെ വന്നിട്ടില്ല. പിന്നെ ചിലത് ഞാൻ ഇന്ന് ഓർഡർ ചെയ്യണോ നാളെ ഓർഡർ ചെയ്യണോ ഒക്കെ വിചാരിച്ച് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് എല്ലാം കൂടി എത്തിയിട്ട് നമ്മൾ എന്തായാലും വേഗം തന്നെ ഡ്രസ് മേക്ക് ഓവർ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ചായ ചൂടോടെ കുടിക്കുന്നത് ഇഷ്ടമല്ല. അതിനെക്കൊണ്ട് ഞാൻ കുറച്ച് നേരം തണയാൻ വെച്ച് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ സ്റ്റാർ ഫ്രൂട്ടും കോവയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ചായ എടുത്തിട്ട് ഞാൻ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സൺഡേസ് മാത്രമേ ഞാൻ അങ്ങനെ റൂം പോയിരുന്ന് ടാബൊക്കെ കണ്ട് ചായ കുടിക്കാറുള്ളൂ. അല്ലാതെ ഞാൻ താഴെ തന്നെ ഇരുന്ന് തന്നെ ചായ കുടിക്കാറ്. കാരണം സൺഡേ ഒക്കെ ആകുമ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാമല്ലോ. അതിനെക്കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ വ്ളോഗൊക്കെ കണ്ട് ഇങ്ങനെ മെല്ലെ കുറേ നേരം ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ തീരുന്ന വരെ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം നമ്മൾ ഇതിൽ ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളെല്ലാം കാണുന്നത് നമ്മൾ കുറേ നേരം കണ്ടു. അപ്പോൾ പിന്നെ ഞാൻ കറക്റ്റ് ചായ കുടിച്ച് കഴിയുമ്പോൾ ഞാൻ നിർത്തിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയ 2 ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുള്ള ഒരു ക്ലിപ്പാണ് കേട്ടോ ഈ കാണുന്ന ക്ലിപ്പ്. എനിക്ക് രണ്ടും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് വന്നത് 45 റുപ്പീസാണ്. എനിക്കെന്തായാലും നല്ല രീതിയിൽ തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചായ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പം പിന്നെ ഞാൻ കുറച്ചും കൂടി ഇരുന്ന് കണ്ടു. ചായ പകുതിയോളം കഴിഞ്ഞ് പിന്നെ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ടാബൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാതെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജേർണലിംഗ് ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ടാബൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനത് കാണിച്ചു തരുന്നുണ്ട്. അത്ര അടിപൊളിയൊന്നുമല്ല, എന്നാലും എനിക്ക് കണ്ടപ്പം കാണിച്ചിട്ടുണ്ടെന്ന് തോന്നി. അപ്പം ഞാൻ ഈ ബുക്കിലാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച വിഷയം ഞാൻ വിചാരിച്ച് വേണ്ട ഇങ്ങനെ കാണിക്കാൻ വിചാരിച്ച്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സ്റ്റാമ്പ് ആട്ടോ അതിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര കൊതുവാണ്. അതിനെക്കൊണ്ട് ഞാൻ ജനലൊക്കെ കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കൊതുകിൻ്റെ നല്ല കൊതുവാണ്. എപ്പോഴും ഇങ്ങനെ ഗുഡ് നൈറ്റൊക്കെ കത്തിച്ചേക്കാട്ടോ ചെയ്യാറ്. പിന്നെ എനിക്ക് ഈവനിങ് കഴിഞ്ഞ് ഇതേപോലെ ഫ്രാഗ്രൻസ് വരുന്ന ക്യാൻഡിൽ കത്തിച്ചൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ഫ്രാഗ്രൻസിൻ്റെ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ക്യാൻഡിൽ ഞാൻ കത്തിക്കുന്നൊരു വട്ടം എടുത്ത്, പക്ഷേ അത് ഫ്ലോപ്പായി പോയി, അത് കത്തിയില്ല. അപ്പോൾ ഞാൻ പിന്നെ അല്ലാതെ ഞാൻ വെച്ച കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനതും കൊണ്ട് നേരെ ടേബിളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയ ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ്. അപ്പോൾ ടേബിൾ മുഴുവൻ അൺഓർഗനൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൺഡേ ആണല്ലോ, അപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള ഹോംവർക്സും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള ഹോംവർക്സൊക്കെ ചെയ്യാനായിട്ടിരുന്നുണ്ടായിരുന്നു. മലയാളമായിരുന്നു കേട്ടോ ഹോംവർക്ക് ഉണ്ടായിരുന്നത്. മലയാളം മാത്രമല്ല സോഷ്യൽ കെമിസ്ട്രി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഈവനിങ് ഇൻ മൈ ലൈഫ് എടുത്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. അതിലും ഞാൻ മലയാളം തന്നെയായിരുന്നു കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത്. കാരണം മലയാളമായിരുന്നു അന്ന് എഴുതാണ്ടായിരുന്നത്, ഇന്നും അത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മലയാളം യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പഠിച്ചു. ബട്ട് പിറ്റേ ദിവസം യൂണിറ്റ് ടെസ്റ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കെമിസ്ട്രി ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി നന്നായി പഠിക്കുന്നതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് കുറച്ചേരം ഇരുന്നും കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു കെമിസ്ട്രി. പിന്നെ ബയോളജി ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനൊന്ന് നോക്കി. പിന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള ടു ഡു ലിസ്റ്റ് എഴുതാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനങ്ങനെ ഡെയിലി കാണുന്നതിലൊന്നുമല്ല ടു ഡു ലിസ്റ്റ് എഴുതാറ്. ഞാൻ ഓരോ ദിവസം ഓരോന്നിനായിരിക്കും എഴുതാറ്. അപ്പം ഞാൻ പിന്നെ വെറുതെ ഇതിൽ വീഡിയോക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഇതിലെടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അതൊക്കെ അവിടെ ഒട്ടിച്ചു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ നെയിൽസൊന്നും നെയിൽ പോളിഷ് ഇട്ടില്ല. കഴിഞ്ഞ ദിവസം അമ്മ നഖം വെട്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നെയിൽ പോളിഷ് ഇടാമെന്ന്. എനിക്ക് കുറച്ചുകൂടി എൻ്റെ കൈക്ക് കുറച്ചുകൂടി ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയുള്ളത് പർപ്പിൾ ഷെയ്ഡാണ്. അപ്പം ഞാൻ വിചാരിച്ചു പർപ്പിൾ തന്നെയാണ് ഞാൻ എപ്പോഴും ഇടാറ്. എപ്പോഴെങ്കിലുമൊക്കെ ഒരു പുതിയ കളർ ഷെയ്ഡൊക്കെ വാങ്ങുമ്പോൾ ഞാനൊന്ന് മാറ്റിയിടാമെന്നല്ലാതെ ഞാൻ ഫുൾ പർപ്പിൾ തന്നെയാണ് കേട്ടോ ഇടാറുള്ളത്. അപ്പോൾ ഞാൻ പർപ്പിൾ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഞങ്ങൾ സ്കൂളിൽ നെയിൽ പോളിഷ് ഇടുന്നതിന് പ്രശ്നമൊന്നും ഇതുവരെയായിട്ടുമില്ല. പിന്നെ ഞാനങ്ങനെ ആരും പറഞ്ഞിട്ട് കേട്ടിട്ടുമില്ല. നെയിൽസ് വളർത്തരുതെന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു കുറച്ച് ഫേസ് പാക്ക് സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കോഫി പൗഡറും കേർഡും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് തേച്ചെടുക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിത് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടും കിട്ടാറുണ്ട്. ഞാൻ വീക്ക്ലി വൺസ് ഞാനത് എന്തായാലും ചെയ്യാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മുടെ ലിപ്പ് മാസ്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും നല്ല എഫക്റ്റീവാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ഹണി ഒഴിച്ചു, അതിലേക്ക് ഷുഗറാണ് കേട്ടോ. അത് കുറച്ചുകൂടി പൊടി ആയിട്ടുള്ള ഷുഗർ ആയതുകൊണ്ടാണ് അങ്ങനെ ഷുഗർ പോലെ അല്ലാതെ തോന്നിയത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ജെൻറ്റലായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സൺഡേ ആയതുകൊണ്ട് ഇന്ന് ബിരിയാണി ആയിരുന്നു കേട്ടോ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക്. അപ്പം ഞാൻ മാത്രമല്ലായിരുന്നു, പപ്പയും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ടി വി ഒക്കെ കണ്ട് മെല്ലെയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 10:30 ആ സമയമൊക്കെ ആയപ്പോഴായിരുന്നു 10:30 ആയപ്പോഴാണ് അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയൊക്കെ കണ്ട് മെല്ലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള ടൈം ടേബിളും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര ഭാരമായിരിക്കും കേട്ടോ ബുക്ക് കൊണ്ടുപോകാനായിട്ട്.
കറക്റ്റ് കൊണ്ടുപോയാൽ അത്രയും കൊണ്ടുപോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് ബുക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2-3 ബുക്ക് മിസ്സിങ് ആയിരുന്നു. എവിടെയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ സ്കൂളിൽ ചോദിച്ചപ്പോൾ ആരും കയ്യിലില്ല. അപ്പോൾ പിന്നെ ഒരു ബുക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. കെമിസ്ട്രീൻ്റെ നോട്ട്, വേദിക എന്നാണ് അവളുടെ പേര്. അപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് കിട്ടി. അപ്പോൾ പിന്നെ സ്കൂളിൽ നിന്ന് നാളെ പോയാലേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ടൈമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ബുക്ക് എടുത്ത് വായിക്കാമെന്ന്. ഇതാണ് കേട്ടോ ഞങ്ങൾ കുട്ടി ലൈബ്രറി പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പപ്പ നന്നായി ബുക്ക് വായിക്കും, അതിനെ കൊണ്ട് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ മാച്ച് വെച്ചുമാണ് കേട്ടോ വായിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതെന്ന് ഒരു കുടയും കുഞ്ഞുമങ്ങളും എന്നുള്ള സ്റ്റോറി. അപ്പം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായി ഇങ്ങനെ ബുക്ക് വായിക്കാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.